ഇനി കോട്ടയത്തേക്കാണ്. കോൺഗ്രസ് നേതാവ് ജിം അലക്സ് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ജിം കേരള കോൺഗ്രസ് എമ്മിൽ എത്തുന്നത് തടയാൻ കോൺഗ്രസ് പരമാവധി സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വിജയിച്ചില്ല. ആതിരമ്പുഴ ഡിവിഷനിലാണ് ജിം ജനവിധി തേടുക. ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനത്തിൽ LDF-ലും UDF-ലും ഇന്നും ചർച്ച നടക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് അധികമായി വന്ന സീറ്റിൽ പൊതു സ്വതന്ത്രൻ വേണമെന്ന നിലപാടിലാണ് CPM. കോട്ടയത്തെ UDF കേന്ദ്രങ്ങൾക്ക് വലിയ ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു നേതാവ്, ഒരുപക്ഷെ സ്വാധീനമുള്ള ഒരു നേതാവ് എന്ന് തന്നെ വിളിക്കപ്പെടാവുന്ന ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നത്. പാലായിലെ വസതിയിലെത്തി, KM-മാണിയുടെ വസതിയിലെത്തിയാണ് ഈ ഒരു അംഗത്വം സ്വീകരിക്കുന്നത്. ജോസ് കെ മാണിയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ് ജിം പോകുമെന്നുള്ളത്. പക്ഷെ പിന്നെയും ഇന്നലെ രാത്രി വൈകിയും കോൺഗ്രസിൽ നിന്ന് അനുനയ നീക്കങ്ങൾ നടന്നിരുന്നു. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അനുനയ നീക്കങ്ങൾ നടന്നിരുന്നു. ഇതെല്ലാം പരാജയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഫലത്തിൽ ഒരു മറുകണ്ഠം ചാടൽ ഉണ്ടായിരിക്കുന്നത്. അതിരമ്പുഴ ഡിവിഷനെ കുറിച്ച് പറയുമ്പോൾ 2015 അവിടെ ജിം അലക്സ് കോൺഗ്രസിന്റെ പരിഗണന ലഭിക്കാത്തത് കാരണം വിമതനായി മത്സരിക്കുകയും ആ ഡിവിഷനിൽ മാത്രം 14,807 വോട്ട് നേടിയ ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF-ൽ നിൽക്കുമ്പോൾ CPM-ന്റെയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ കൂടി പിന്തുണയോടുകൂടി മത്സരിക്കുമ്പോൾ അവിടെ വിജയിക്കാം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അത് ജോസഫ് ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റാണ്. വളരെ ചുരുക്കം സീറ്റുകളാണ് കഴിഞ്ഞ തവണ ജോസഫ് ഗ്രൂപ്പ് ജയിച്ചത്. ഇത്തവണ അവരുടെ ജില്ലാ അധ്യക്ഷൻ ജെയ്സൺ ജോസഫ് ഒഴികയിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹവും അവിടെ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ അവരുടെ ഒരു പ്രതീക്ഷ ഇതൊരു UDF കോട്ടയാണ്. കഴിഞ്ഞ തവണയും UDF ആണ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ജിം അലക്സ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ തങ്ങളെ അത് ബാധിക്കില്ല, തങ്ങൾ തന്നെ ജയിക്കും എന്നുള്ളതാണ്. എന്തായാലും കടുത്ത പോരാട്ടമായി മാറുന്നു. കോട്ടയത്തെ ഒരു കേരള കോൺഗ്രസുകൾക്കിടയിലുള്ള ഒരു പോരിനിടയിൽ അത് ഒരു പരിധിവരെ ജോസ് കെ മാണി വിഭാഗത്തെ സംബന്ധിച്ച് ഒരു നേട്ടമായി ജിം അലക്സിന്റെ സ്ഥാനാർത്ഥിത്വം മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്തിലെ മറ്റ് സീറ്റുകൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സീറ്റ് ആവശ്യം മുണ്ടക്കയം അല്ലെങ്കിൽ എരുമേലി വേണമെന്ന ആവശ്യം നേരത്തെ തള്ളിയിരുന്നു. പകരം വെള്ളൂര് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇന്നും തുടരുകയാണ്. 10 സീറ്റാണ് കേരള കോൺഗ്രസ് എമ്മിന് CPM നൽകിയത്. പക്ഷേ ഈ 10ാമത്തെ സീറ്റിൽ പൊതു സ്വതന്ത്രൻ വേണമെന്ന ആവശ്യത്തോട് ഇനിയും ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. BJP-യും താഴെത്തട്ടിലെ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലാ പഞ്ചായത്തിലെ പ്രഖ്യാപനം ഇന്നും നാളത്തോടും കൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും മറുകണ്ഠം ചാടൽ പിന്നെയും തുടരുന്നുണ്ട്. ഏറ്റുമാനൂരിലെ ചില കോൺഗ്രസ് നേതാക്കൾ കേരള കോൺഗ്രസ് എമ്മിലേക്ക് ഇന്ന് ചേക്കേറിയിട്ടുണ്ട്. അങ്ങനെ ഇനിയാണ് ഉള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ സീറ്റ് നിർണ്ണയം പൂർത്തിയാകുന്നതോടെ വിമത ശല്യവും കൂടുതലായി പാർട്ടികൾ നേരിടേണ്ടി വരും. അത്തരത്തിൽ അതെല്ലാം ഒഴിവാക്കാനുള്ള തീവ്രമായ ചർച്ചകളാണ് 3 മുന്നണികളിലും നടക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. ഇനി നമ്മൾ